ചെകുത്താൻ 40. ലച്ചുവിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് വിമല ഹാളിലേക്ക് ഓടിച്ചെന്നത്. എന്താ മോളെ, എന്തിനാ കരയുന്നത്? എന്തു പറ്റി? ലച്ചുവിൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് വെപ്രാളത്തോടെ വിമല ചോദിച്ചു. അച്ഛൻ മരിച്ച് മണ്ണടിഞ്ഞിട്ടും ഞങ്ങളെ ദ്രോഹിക്കാൻ തന്നെ പുറപ്പെട്ടിരിക്കുകയാണ് ദുഷ്ടൻ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടാതെയായി പോകും. ഞാൻ പോവുക ചേച്ചി, ഞാൻ അയാളുടെ അടുത്തേക്ക് പോവുക. എന്നെ അയാൾ കൊന്നോട്ടെ. ഞാനും കൂടി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല. എൻ്റെ അച്ഛനെക്കുറിച്ച് തെറ്റായ ചിന്ത ആരുടെയും മനസ്സിൽ വരരുത്. ലച്ചു കരച്ചിലിനിടയിലും പുലമ്പിക്കൊണ്ടേയിരുന്നു. എന്നാൽ അവൾ പറയുന്നതൊന്നും വിമലയ്ക്ക് മനസ്സിലായില്ല. മോൾ സമാധാനപ്പെട്, ഇങ്ങനെ വെപ്രാളം പിടിക്കാതെ സമാധാനമായിട്ടിരിക്കെ. ഞാൻ ദേവൻ കുഞ്ഞിനെ വിളിക്കട്ടെ, കുഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് വിമല അടുക്കളയിലേക്ക് അവരുടെ ഫോൺ എടുക്കാനായി ഓടി. വെപ്രാളത്തിന് ഫോൺ എടുത്തതും അത് അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണു. പഴയ നോക്കിയ ഫോണാണ്. അതിൻ്റെ അടപ്പൂരി ബാറ്ററി പുറത്തേക്ക് തെറിച്ചു. തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അത് ശരിക്കിടാൻ തുടങ്ങി. ഇതേ സമയം ലാൻഡ് ഫോൺ വീണ്ടും ശബ്ദിച്ചു. ജഗനാണെന്നുറപ്പാണ്. വിറയ്ക്കുന്ന കൈകളോടെ ലച്ചു ഫോൺ എടുത്തു. 5 മിനിറ്റ്. 5 മിനിറ്റിനുള്ളിൽ റോഡിലുണ്ടായിരിക്കണം. എൻ്റെ ആളുകളുണ്ട്. പക്ഷേ ദേവൻ്റെ ആളുകൾ അവരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവരോട് എന്ത് പറഞ്ഞിട്ടാണെങ്കിലും നീ അവർക്കൊപ്പം കാറിൽ കയറി അവിടെ നിന്ന് പുറപ്പെടണം. ഇല്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അത്രയും പറഞ്ഞ് ജഗൻ ഫോൺ വെച്ചതും ലച്ചു ഒരു ഓട്ടമായിരുന്നു ഗേറ്റിൻ്റെ അടുത്തേക്ക്. അവിടെ എത്തിയപ്പോൾ തന്നെ തോക്കിൻ മുന്നിൽ നിൽക്കുന്ന ജഗൻ്റെ ഗുണ്ടകളെ അവൾ കണ്ടു. അവരെ ഒന്നും ചെയ്യരുത്, മാറി നിൽക്ക്. ദേവൻ അവൾക്കായി ഏർപ്പാടാക്കിയ സെക്യൂരിറ്റി ഗാർഡുകളെയെല്ലാം അവൾ തള്ളി മാറ്റിക്കൊണ്ട് ജഗൻ ഏർപ്പാടാക്കിയ കാറിനടുത്തേക്ക് പോകാനൊരുങ്ങി. എന്നാൽ അവർ അവളെ തടഞ്ഞു. അപ്പോഴും അവളുടെ കാതിൽ ജഗൻ പറഞ്ഞ 5 നിമിഷം എന്ന സമയത്തിൻ്റെ കണക്കായിരുന്നു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ ആ ഗാർഡുകളുടെ കാൽക്കിലേക്ക് വീണു. എന്നെ ഇവർക്കൊപ്പം പോകാൻ വിട്ടില്ലെങ്കിൽ ഞാനിവിടെ തലതല്ലി മരിക്കും. അവളുടെ ആ ഭീഷണി കൂടി കേട്ടതോടുകൂടി അവരെല്ലാം പിന്മാറി. പക്ഷെ അപ്പോൾ തന്നെ അവർ ദേവനെ വിളിച്ചു. എന്നാൽ മറുഭാഗത്ത് നിന്ന് മറുപടി കിട്ടുന്നതിന് മുൻപ് തന്നെ ലച്ചു ജഗൻ്റെ ആൾക്കാർക്കൊപ്പം അവിടെ നിന്ന് പുറപ്പെട്ടു. ഉടൻ തന്നെ ഫോണുമായി വിമലയും റോഡിലേക്ക് എത്തിയിരുന്നു. അയ്യോ കുഞ്ഞെ, മോളെ, നീ അവർക്കൊപ്പം പോയോ? എനിക്ക് വയ്യ. ഞാൻ എന്താ കുഞ്ഞിനോട് പറഞ്ഞത്? എനിക്ക് വയ്യ, ഞാനിനി എന്ത് ചെയ്യും? വിമല പദം പറഞ്ഞ് ഫോണിൽ കൂടി കരയാൻ തുടങ്ങി. ചേച്ചി വിഷമിക്കണ്ട, അവൾക്കൊന്നും പറ്റില്ല. ചേച്ചി വീട്ടിലേക്ക് പൊയ്ക്കോളൂ. മറുഭാഗത്ത് നിന്ന് ദേവൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം. എന്താ ചേട്ടാ, ഇനിയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലച്ചു, അവൾ ഓക്കെ അല്ലേ? ഫോൺ വന്നതിന് ശേഷം ദേവൻ്റെ മുഖത്തെ ഭാവം മാറുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് വെപ്രാളത്തോടെ ശങ്കു ചോദിച്ചു. എന്നാൽ അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അല്പനിമിഷത്തിനുള്ളിൽ ദേവൻ്റെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് മറ്റൊരു വണ്ടിയിൽ അവർക്കരികിലെത്തിയതും അവരോട് അതിലേക്ക് കയറാൻ പറഞ്ഞുകൊണ്ട് ദേവൻ വളരെ വേഗത്തിൽ അവിടെ നിന്ന് വണ്ടി ഓടിച്ചു പോയി. ലച്ചു തൻ്റെ ആളുകൾക്കൊപ്പം കാറിലുണ്ട് എന്ന് കേട്ടതും ജഗൻ വല്ലാത്ത സന്തോഷത്തിലായി, ശരിക്കും ഒരു ഉന്മാദിയെ പോലെ. അവൻ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് ദേവനെ വിളിച്ചു. അവൾ എൻ്റെ ആൾക്കൊപ്പമുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, 1-2 ഡോക്യുമെൻറ്റ്സിൽ അവളുടെ സൈൻ വേണം. സൈൻ ചെയ്യാൻ അവൾക്ക് സമ്മതമാണ്. പിന്നെ വിവാഹം കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ആ തറവാട്ടിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് കഴിഞ്ഞത്. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടി കഴിഞ്ഞ് ഞാൻ തന്നെ അവളെ തിരികെ ആക്കിയേക്കാം. ഇവിടുന്ന് അവളെ കൊണ്ടുപോകാനായി ആരും വരണ്ട. വന്നാൽ തന്നെ നിങ്ങൾക്കൊപ്പം അവൾ വരില്ല. ഇനി ബലമായി കൊണ്ടുപോകാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ അവളെ ഞാൻ കൊന്നുകളയും. ഒരു ഭീഷണി എന്ന രീതിയിൽ പറഞ്ഞ് ജഗൻ ഫോൺ കട്ട് ചെയ്തു. ആനി, അവളിവിടെ വരുമ്പോൾ നീ ഉണ്ടാകണം. ഇല്ലെങ്കിൽ പിന്നെ പെണ്ണ് പേടിച്ചിങ്ങോട്ട് കയറാതിരിക്കും. ഭയങ്കര പേടിയാണ് പെണ്ണിന്. പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ അലറലും കരച്ചിലും ഒക്കെയാണ്. വെറുതെ ഒരു സീനാകും. എങ്ങനെയും നീ അവളെ കൂട്ടി ഓഫീസിനകത്തുള്ള പ്രൈവറ്റ് റൂമിലേക്ക് എത്തണം. പിന്നെ ബാക്കിയൊക്കെ ചേട്ടൻ നോക്കിക്കോളാം. ഒരു വഷളം ചിരിയോടെ എന്തോ ഓർത്തതുപോലെ ജഗൻ പറഞ്ഞു. കരഞ്ഞ് തളർന്നിരുന്നു ലച്ചു. അവളുടെ മനസ്സിൽ അച്ഛൻ്റെ ചിരിക്കുന്ന മുഖം മാത്രം. അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ചിലവഴിച്ച സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങൾ മാത്രം. മറ്റൊന്നും അവൾ ചിന്തിക്കുന്നില്ലായിരുന്നു. തൻ്റെ അച്ഛൻ്റെ പേരിന് കളങ്കം വരരുത്. അതിനുവേണ്ടി തൻ്റെ ജീവൻ പോലും കളയാൻ അവൾ ഒരുക്കമാണ്. വളരെ വേഗതയിലാണ് വണ്ടി ഓടിച്ചിരുന്നത്. 2 മണിക്കൂറിനുള്ളിൽ തന്നെ അവർ ദേവൻ്റെ ഓഫീസിൻ്റെ മുന്നിലെത്തി. വിറച്ചുകൊണ്ട് അവൾ വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. എന്നാൽ അപ്പോഴും ലച്ചു സംഭരിച്ച അവളുടെ ധൈര്യമെല്ലാം ചോർന്നു പോയിരുന്നു. ഓഫീസിനകത്തേക്ക് കയറാൻ വിസമ്മതിച്ചുകൊണ്ട് അവൾ പുറത്തു തന്നെ നിന്നതും ആനി ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നേരെ ജഗൻ്റെ ഓഫീസിലേക്ക്. വാതിൽ കടന്നതും ലച്ചു കണ്ടു തന്നെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി നിൽക്കുന്ന ജഗനെ. അവളുടെ ശരീരം ആലില പോലെ വിറച്ചു. ആനിയിലുള്ള അവളുടെ പിടിമുറുകി. വെൽക്കം മൈ ഡിയർ പറഞ്ഞുകൊണ്ട് അവൻ പതിയെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് നടന്നു.
അപ്പോഴേക്കും ലച്ചു അവളുടെ 2 കൈകൾ കൊണ്ടും ആനിയുടെ കയ്യിൽ മുറുക്കി പിടിച്ച് അവൾക്ക് പുറകിലായി പതുങ്ങി. ഷോ, ഇങ്ങനെ പേടിച്ച് പതുങ്ങാതെൻ്റെ പെണ്ണെ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഒന്നുമില്ലെങ്കിലും നീ എൻ്റെ അപ്പച്ചിയുടെ ഒരേ ഒരു മോളല്ലേ. നിന്റെ കെട്ടിയവനാണെങ്കിലോ കുടീശ്വരൻ. അവന് നിന്റെ തറവാട് വേണ്ട. എങ്കിൽ പിന്നെ അതെനിക്കിങ്ങ് തന്നേരെ. അവൻ 1-2 ഡോക്യുമെന്റ്സ് അവളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. നിറകണ്ണുകളോടെയാണെങ്കിലും അവൾ ആ ഡോക്യുമെന്റ്സ് മേടിച്ച് അവൻ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഒപ്പിട്ടു കൊടുത്തു. പേപ്പറിൽ ഒപ്പിടുമ്പോഴും ഒരു കൈകൊണ്ട് അവൾ ആനിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. ഇത് കണ്ട ജഗൻ പതിയെ ആനിയെ നോക്കി കണ്ണു കാണിച്ചു. പെട്ടെന്ന് തന്നെ ലച്ചുവിൻ്റെ കൈ വിടിയിച്ചുകൊണ്ട് അവർ പുറത്തേക്കിറങ്ങി. പുറത്തേക്ക് പോകാനായി നിന്ന ലച്ചുവിൻ്റെ കൈയിലേക്ക് ജഗൻ പിടുത്തമിട്ടു. ആനി, നീ പുറത്തുനിന്ന് വാതിലടച്ചേരെ. എനിക്കിവളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വല്ലാത്തൊരു ഭാവത്തോടെ ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ജഗൻ പറഞ്ഞു. വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കൊന്നും പറയാനുമില്ല, എനിക്ക് പോണം. അവൻ്റെ കൈ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ലച്ചു കരഞ്ഞു പറഞ്ഞു. അങ്ങനെ പോയാലോ മുത്തേ? ഈ ചേട്ടൻ എന്തോരം ആശിച്ചതാണെന്നറിയാമോ? കാത്തിരുന്നതല്ലേ. നിന്നെ കണ്ടതിൽ പിന്നെ ഓരോ രാത്രിയും നിന്നെ ഓർത്തോർത്ത് എൻ്റെ കൈകളിൽ നീ വരുന്നതും കാത്ത് കഴിച്ചു കൂട്ടിയതാണ്. എന്നിട്ടോ എന്നെ അങ്ങേയറ്റം ആശിച്ച് കുതിപ്പിച്ച് അവസാന നിമിഷം എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. ഞാൻ എങ്ങനെ സഹിക്കും മോള് പറ? ആ തറവാട്ടിൽ ഉണ്ടായിരുന്നിട്ടും എൻ്റെ കൈ അകലത്തിൽ ഉണ്ടായിരുന്നിട്ടും ഞാനൊന്ന് തൊട്ടതുപോലുമില്ലല്ലോ. കാരണം ഞാൻ കൊതിയോടെ കാത്തിരുന്നതാണ്. നിന്നെ തൊടുന്ന ആ നിമിഷത്തിൽ തന്നെ നിന്നെ മൊത്തത്തിൽ അറിയണം, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് മോള് പേടിക്കണ്ട, ചേട്ടൻ മോളെ വല്ലാണ്ട് വേദനിപ്പിക്കില്ല. അല്ലെങ്കിലും ഈ നിന്റെ തളിരുടൽ ഞാൻ എങ്ങനെ നോവിക്കാനാണ്? പതിയെ പതിയെ തഴുകി ഞാൻ നിന്നെ അറിഞ്ഞോളാം. തൻ്റെ കൈപ്പിടിയിൽ നിന്ന് കുതിരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവളെ നോക്കി അവൻ പറഞ്ഞു. എന്നാൽ അവളിതൊന്നും കേൾക്കുന്നില്ല. അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. ഒപ്പം കരഞ്ഞുകൊണ്ട് തന്നെ വിടാനായി അവനോട് അപേക്ഷിക്കുന്നുമുണ്ട്. ഇതിനോടകം തന്നെ ആനി പുറത്തിറങ്ങി വാതിൽ പുറത്തുനിന്ന് അടച്ചു കഴിഞ്ഞിരുന്നു. അതുകൂടി കണ്ടതും പെണ്ണുറക്ക നിലവിളിക്കാൻ തുടങ്ങി. അവൻ്റെ ഇടം കൈയിലാണ് പെണ്ണിൻ്റെ വലത് കൈ. അത് പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവൻ തൻ്റെ വലത് കൈ കൊണ്ട് അവളെ വലിച്ചവൻ്റെ നെഞ്ചത്തേക്കിട്ടു. ഇടുപ്പിൽ പിടിച്ചു ഉയർത്തി അവൻ അവളെ തോളിലേക്ക് എടുത്തിട്ടു. പെണ്ണ് വല്ലാതെ കിടന്ന് കുതറി. അവൻ്റെ തോളിൽ കടിച്ചു. 2 കൈകൊണ്ടും അവനെ ഉറക്കി അടിച്ചു. പക്ഷെ അതെല്ലാം അവനൊരു ഹരമായിട്ടാണ് തോന്നിയത്. ഒപ്പം തൻ്റെ ദേഹത്തോട് അമർന്നു കിടക്കുന്ന അവളുടെ പൂവുടലിൻ്റെ ഗന്ധം, അതിൻ്റെ മൃദുലത എല്ലാം അവനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. അവളെയും കൊണ്ട് തൻ്റെ സ്വകാര്യ റൂമിലേക്ക് കയറി ബെഡിലേക്ക് അവളെ ഇട്ടു. അവനൊന്ന് നിവർന്നതും പെണ്ണ് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് മറുവശത്തേക്ക് നിന്നു. ആഹാ, അപ്പോൾ എൻ്റെ ലച്ചുമോൾ തീരെ പാവമൊന്നുമല്ല. ഈ ചേട്ടൻ്റെ പുറമെല്ലാം നീ അടിച്ചു പൊളിച്ചു. തോളിൽ നിന്റെ പല്ല് പതിഞ്ഞെടുത്ത് നീറുന്നുണ്ട്. ഇതുപോലെ ചേട്ടനും വയലൻ്റ് ആയാലേ എൻ്റെ കുഞ്ഞ് താങ്ങില്ല കേട്ടോ. അവനൊരു വല്ലാത്ത ഭാവത്തോടെ അവളെ നോക്കിക്കൊണ്ട് അവൾക്കരികിലേക്ക് നടന്നു. അവൻ തനിക്കരികിലേക്ക് എത്തുന്നതിനനുസരിച്ച് അവൾ പുറകിലേക്ക് നടന്നു. ഒടുവിൽ ചുമരിൽ ഇടിച്ചു നിന്നതും അവൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു. നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ പെണ്ണിനെ നോക്കി വശ്യമായ ഭാവത്തോടെ അവൻ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ചു. അതുകൂടി കണ്ടതും ലച്ചുവിൻ്റെ കരച്ചിൽ ഉച്ചത്തിലായി. ഷർട്ടൂരി സൈഡിലേക്ക് എറിഞ്ഞ് അവൻ പതിയെ അവൾക്കരികിലായി ചെന്നിരുന്നു. ലച്ചുമോൾ നോക്കിക്കേ, ഞാൻ ദാ ഷർട്ടൊക്കെ ഊരി. നമുക്ക് മോളുടെ ഈ ടോപ്പും കൂടി അങ്ങ് ഊരിയാലോ? അവളുടെ ടോപ്പിൽ പതിയെ പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. ലച്ചു ഞെട്ടലോടെ അവൻ്റെ കൈ ശക്തിയായി തട്ടി എറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഓടാൻ നോക്കിയതും അവൻ അവളെ വലിച്ച് അവൻ്റെ മടിയിലേക്കിട്ടിരുന്നു. തൻ്റെ വലത് കൈകൊണ്ട് അവളുടെ 2 കൈകളും കൂട്ടിപ്പിടിച്ച് പതിയെ അവളെ വിവസ്ത്രയാക്കാൻ ശ്രമിച്ചു. പെണ്ണ് പരൽമീനിനെ പോലെ അവൻ്റെ കൈകളിൽ കിടന്ന് പിടയുകയാണ്. പെട്ടെന്ന് തന്നെ റൂമിൻ്റെ കതക് തുറന്നുകൊണ്ട് ഓടിക്കിതച്ച് ആനി അകത്തേക്ക് കയറി. ലച്ചുവിനെ വിവസ്ത്രയാക്കാൻ ശ്രമിക്കുന്ന ജഗൻ, അവൻ്റെ കൈകളിൽ കിടന്ന് പിടയുന്ന പെണ്ണ്, അതാണ് അവൾ കണ്ട കാഴ്ച. ജഗ, അവൾ ഉറക്കെ വിളിച്ചു. അത് കേട്ടവൻ ദേഷ്യത്തിൽ തല ഉയർത്തി ആനിയെ നോക്കി. അപ്പോഴും ലച്ചുവിൻ്റെ മേലുള്ള അവൻ്റെ പിടി അയഞ്ഞിട്ടില്ല. എന്താടി നിനക്ക് വേണ്ടത്? എന്തിനാടി നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പുറത്തേക്ക് വരുന്നതുവരെ ഒരാളും ഇതിനകത്തേക്ക് കയറരുതെന്ന്. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ജഗ, പ്രശ്നമാണ്, ആകെ പ്രശ്നമാണ്, നീ ഇങ്ങോട്ട് വന്നേ. അവൾ കരഞ്ഞുകൊണ്ട് ജഗനോട് അപേക്ഷിച്ചു. ആനിയുടെ അങ്ങനത്തെ ഒരു ഭാവം ഇന്നുവരെ ജഗൻ കണ്ടിട്ടില്ല. ഇപ്പോഴും വശ്യമായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവളാണ് അവൾ. നീ പുറത്തേക്ക് പോവാനി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, നിനക്ക് മനസ്സിലാവില്ലേ? ഇവളെ അറിഞ്ഞില്ല എങ്കിൽ, ഈ നിമിഷം അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ലച്ചുവിനെ തൻ്റെ ശരീരത്തോട് കൂടുതൽ അമർത്തിക്കൊണ്ട് ജഗൻ പറഞ്ഞു. താൻ എത്ര പറഞ്ഞാലും ജഗൻ മനസ്സിലാക്കില്ല എന്ന് തോന്നിയതും ആനി അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു. തൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ അവൻ്റെ നേർക്ക് കാണിച്ചുകൊണ്ട് അതിലെ വീഡിയോ പ്ലേ ചെയ്തു.
ആനിയുടെയും ജഗന്റെയും സ്വകാര്യ നിമിഷങ്ങൾ. ഉടലിൽ നൂൽബന്ധം പോലുമില്ലാതെ കട്ടിലിൽ കിടന്ന് നാഗങ്ങളെപ്പോലെ കെട്ടിപ്പിണയുന്നവർ. രതിയുടെയും കാമത്തിൻ്റെയും സുന്ദര നിമിഷങ്ങൾ. രണ്ടുപേരുടെയും മുഖം നല്ലതുപോലെ വ്യക്തം. ലച്ചുവിൻ്റെ മേലുള്ള ജഗന്റെ പിടിയഴിഞ്ഞു. ശ്വാസം തിരിച്ചു കിട്ടിയതുപോലെ അതേ നിമിഷം തന്നെ ലച്ചു അവനിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് മാറി. പുറത്തേക്കോടാൻ തുടങ്ങിയതും അവളുടെ കൈകളിൽ അവൻ്റെ പിടുത്തം വീണു. ആനി, എന്താ ഇത്? ആരാ നിനക്ക് തയ്ച്ചു തന്നത്? ജഗന്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം. ദേവന്റെ ഫോണിൽ നിന്നാണിത് വന്നത്. അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവളെ വിട്ടില്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിലെല്ലാം അപ്ലോഡ് ചെയ്യും. അത്രയും പറഞ്ഞുകൊണ്ട് ആനി പൊട്ടിക്കരഞ്ഞു. നല്ലൊരു കുടുംബജീവിതമുണ്ട് ആനിക്ക്. ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാവരും അവളെ വളരെ ഇഷ്ടമാണ്. ഭർത്താവിനും അതെ. ജഗനുമായുള്ള അവളുടെ ഈ ബന്ധം ആർക്കും അറിയില്ല. ഈ വീഡിയോ എങ്ങാനും പുറത്തായാൽ തൻ്റെ ജീവിതം നശിക്കും. അതവൾക്ക് ഓർക്കാൻ പോലും കഴിയില്ല. അവനോട് ചെയ്യാൻ പറ, എനിക്ക് പുല്ലാണ്. എന്തു തന്നെ സംഭവിച്ചാലും ഇവളെ ഞാൻ വിട്ടുകൊടുക്കില്ല, ജഗൻ അലറി. ജഗന്റെ വാക്കുകൾ കേട്ട് ആനി ഞെട്ടിത്തരിച്ചു. നീ എന്തൊക്കെയാ പറയുന്നത്? ഈ വീഡിയോ എങ്ങാനും സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം തകരില്ലേ? എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിക്കും. നിനക്ക് നല്ലൊരു വിവാഹ ബന്ധം കിട്ടുമോ? ഈ സമൂഹത്തിൽ തലയുയർത്തി നടക്കാൻ നമുക്ക് സാധിക്കുമോ? എല്ലാവരും നമ്മളെ കളിയാക്കില്ലേ, കല്ലെറിയില്ലേ? അവൾ പൊട്ടിക്കരഞ്ഞുപോയി. പതിയെ ലച്ചുവിൻ്റെ കയ്യിലുള്ള ജഗന്റെ പിടിയഴിഞ്ഞു. ആ നിമിഷത്തിൽ തന്നെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടി. ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഓടിയതും റോഡരികിലേക്ക് എത്തിയപ്പോൾ കണ്ടു അവിടെ കാറിൽ ചാരി നിന്നുകൊണ്ട് രൂക്ഷമായി തന്നെ നോക്കുന്ന ദേവനെ. അവൻ്റെ കണ്ണുകളിലെ ഭാവം അതൊന്നും അവൾ ശ്രദ്ധിച്ചില്ല. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാറ്റുപോലെ ഓടിച്ചെന്നവൻ്റെ നെഞ്ചിലേക്ക് വീണ് അവനെ ഇറുകി പുണർന്നുകൊണ്ട് ആ പെണ്ണ് പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിലും ഉടലിൻ്റെ വിറയിലും തണുപ്പും. പതിയെ അവനും അവളെ പുണർന്നു, ആശ്വസിപ്പിച്ചു. അവൻ്റെ ദേഷ്യവും പതിയെ തണുത്തു. അവളെയും കൊണ്ട് അവൻ കാറിലേക്ക് കയറി. വണ്ടിയെടുക്കാൻ ഡ്രൈവറോട് പറഞ്ഞു. അവൻ്റെ നെഞ്ചിൽ തലചേർത്ത് കണ്ണുകൾ ഇറുക്കിയടച്ച് അവനെ മുറുകെ പിടിച്ച് അവളും ഇരുന്നു. തുടരും.